പട്ടാളം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ടെസ്സയെ മലയാളികൾ ഇതുവരെ മറക്കാൻ ഇടയില്ല. വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും മലയാളികളുടെ മനസ്സിൽ എന്നും ഓർത്തുവെക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു ടെസ്സ ചെയ്തതും. ലിസ്റ്റിൽ അധികം കഥാപാത്രങ്ങളൊന്നുമില്ലെങ്കിലും അഭിനയ പ്രാധാന്യമുള്ള ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ടെസ്സ. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ടെസ്സ എന്ന നായിക. 18 വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണ് ടെസ്സ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിലൂടെയാണ് ടെസ്സ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ടെസ്സയുടെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് വൈറലായി മാറിയിരിക്കുന്നത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത പട്ടാളത്തിൽ മമ്മൂട്ടിയുടെ ജോഡിയായിട്ടായിരുന്നു ടെസ്സ അഭിനയിക്കുന്നത്. 2003 ടെസ്സയുടെ ആദ്യ സിനിമയും. വിവാഹത്തോടെ സാധാരണ നായിക എല്ലാപേരെ പോലെയും ടെസ്സയും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. അതിനുശേഷം അബുദാബിയിലേക്ക് കുടുംബത്തോടെ ചേക്കേറി. ഇടയ്ക്ക് 2015 ചില സിനിമകളൊക്കെ ചെയ്തിരുന്നു. ആകെപ്പാടെ വെറും 5 സിനിമകൾ മാത്രമാണ് താൻ ചെയ്തതെന്നും ടെസ്സ പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിലൂടെ ടെസ്സ വീണ്ടും ആരാധകരുടെ മുന്നിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വിവാഹശേഷവും ഒരുപാട് അവസരങ്ങളൊക്കെ ലഭിച്ചിരുന്നുവെങ്കിലും മക്കളെയൊക്കെ ഓർത്ത് അഭിനയത്തോട് നോ പറയുകയായിരുന്നു. എനിക്ക് ആ സമയത്ത് ചെറിയ കുട്ടികളായിരുന്നു. അവരെ വിട്ട് ഷൂട്ടിന് പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യവും കുഞ്ഞുങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല. മികച്ച കഥാപാത്രം ലഭിച്ചാൽ ഉറപ്പായും തിരിച്ചെത്തുമെന്ന് അന്ന് തന്നെ കരുതിയിരുന്നു. സീരിയൽ അവസരങ്ങൾ വരുമ്പോഴും ആശങ്കയിലായിരുന്നു എന്ന് ടെസ്സ തന്നെ പറയുന്നുണ്ട്. തനിക്ക് അവതാരകയായി ജോലി ചെയ്യാനായിരുന്നു ഏറെ ഇഷ്ടമെന്നും ടെസ്സ പറയുന്നു. പട്ടാളത്തിലേക്ക് തന്നെ ലാൽ ജോസ് സെലക്ട് ചെയ്യുന്നതും അവതാരകയായി ജോലി ചെയ്തു വരുന്ന സമയത്ത് തന്നെയായിരുന്നു. സംസാരിക്കാനും കേൾക്കാനും ഒക്കെയായിരുന്നു ഏറെ ഇഷ്ടം. അതിനുശേഷം പട്ടാളത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് അഭിനയം വഴങ്ങുമെന്ന് മനസ്സിലായെന്നും ടെസ്സ പറയുന്നു. സീരിയൽ ഏറ്റെടുക്കുമ്പോൾ അബുദാബിയിലേക്കുള്ള പോക്കും മക്കളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ മനസ്സിൽ ഉണ്ടായിരുന്നു. സീരിയൽ ലോങ് ടേം ആണെന്നും അത് ഏറ്റെടുത്താൽ പിന്നീട് അതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നുമൊക്കെ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതേക്കുറിച്ച് ഭർത്താവിനോടും മക്കളോടുമൊക്കെ ചോദിച്ചപ്പോൾ അവർ വളരെ പിന്തുണ തന്നെയാണ് നൽകിയതെന്നും ടെസ്സ പറയുന്നുണ്ട്. അബുദാബിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ അനിലാണ് ടെസ്സയുടെ ഭർത്താവ്. ധൈര്യപൂർവ്വം ഈ അവസരം ഏറ്റെടുക്കാനായിരുന്നു അദ്ദേഹവും ടെസ്സയുടെ മക്കളും പറഞ്ഞത്. 9ലും 4ലും പഠിക്കുന്ന 2 മക്കളാണ് ടെസ്സയ്ക്കുള്ളത്. ഭർത്താവോ മക്കളോ ആരെങ്കിലും ഒരിക്കലെങ്കിലും നോ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ തൻ്റെ റീ എൻട്രി ഇപ്പോഴും നടക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് ടെസ്സ പറയുന്നത്.